എഴുതാം. ഓക്കെ, നമ്മളപ്പോൾ എയർവെഡ്ജ് എക്സ്പീരിയൻ്റ് ചെയ്യണം. എയർവെഡ്ജിൻ്റെ വേണ്ട കമ്പോണൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് വേണം, ഒരു സോഡിയം പേപ്പർ ലാമ്പ് വേണം, ഇതിങ്ങനത്തെ ഈ എയർവെഡ്ജിൻ്റെ സെറ്റപ്പ് വേണം. ഈ സാധനം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇത് വയ്ക്കണത്. ഇത് ചുമരിത്, അതിൻ്റെ 2 ഗ്ലാസ് പ്ലേറ്റ്, അതിൻ്റെ നടുക്കായിട്ടൊരു മുടി ഇങ്ങനെ ഇത് വച്ചേക്കുന്നു. അത്രേ ഉള്ളൂ ആ സെറ്റപ്പ്. ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മുടി വെച്ച സാധനം ഓൾറെഡി സെറ്റായിരിക്കും. നമ്മൾ ഇത് എടുക്കുക, ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് വച്ചിട്ട് നോക്കിയാൽ ഇത് ഇങ്ങനെ ആണ് ഇതിൻ്റെ അടിയിൽ വയ്ക്കേണ്ടത്, ഇങ്ങനത്തെ രീതിയിൽ. കണ്ടടാ, അത് എങ്ങനെ വയ്ക്കണ്ടേന്നുള്ളത് എടുത്തോ. ലൈറ്റ് സ്ട്രെയിറ്റ് സോഴ്സ് അവിടെ നിന്ന് വന്നു, യെല്ലോ ലൈറ്റ്, നല്ല സോഡിയം പേപ്പർ ലാമ്പിൻ്റെ. എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ മോളിൽ കൂടി ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഫോക്കസ് ചെയ്ത് കൊടുക്കുക. ഓണായിക്കോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറേ ഇൻ്റർഫറൻസ് ലൈൻസ്, കുറേ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് ന്യൂമറസ് ലൈൻസ് ഇങ്ങനെ കാണാം. അത് നമ്മൾ ചെയ്യുന്നത് സ്ക്വയർ ഉണ്ടാവും, അതുകൊണ്ട് ലൈൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കോയിൻസൈഡ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇതിങ്ങനെ കുറേ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് കണ്ടില്ലേ, ചെറിയ അങ്ങനത്തെ ലൈൻസ് ആയിട്ട് കാണും. ആ ഒരു ലൈനിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കുക. ആ ലൈൻ നമ്മൾ M ആയിട്ട് എടുത്തു. അതിൻ്റെ നമ്മൾ എന്നിട്ട് വെർണിയറിൽ ഇത് പണിയാം. നമ്മൾ ഇതിൽ ഹൊറിസോണ്ടൽ റീഡിങ് എടുക്കുക. ഇതിൻ്റെ MSR വാല്യൂ എന്ന് പറയുമ്പോൾ ഈ ആരോയിൻ്റെ നേരെ ഉള്ളത്, VSR എന്ന് പറയുമ്പോൾ കോയിൻസൈഡ് ചെയ്യണ ആദ്യത്തെ വാല്യൂ എടുക്കുക. അത് മൈക്രോസ്കോപ്പിക് റീഡിങ്ങിൽ MSRും VSRും എടുക്കുക. M എന്നെടുത്ത ലൈനിൻ്റെ നേരെ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇപ്പോൾ 5ഓ 2ഓ എത്രയാണെങ്കിൽ നമുക്ക് എടുക്കുക. ഇതിൽ 5 എടുത്താണ്. അപ്പോൾ ഈ സാധനം നമ്മൾ ചെറുതായിട്ട് നീക്കി ഏതെങ്കിലും ഒറ്റ ഡയറക്ഷനിലേക്ക് നമ്മൾ തിരിച്ച് ഇപ്പോൾ ഉള്ള ലൈനിൻ്റെ നേരെ മാറി 1 2 3 4 5, അങ്ങനെ അഞ്ചാമത്തെ 1 2 3 4 5, അങ്ങനെ അഞ്ചാമത്തെ നമ്പർ ലൈനിൻ്റെ മുകളിൽ ക്രോസ് വരെ എത്തുക. എന്നിട്ട് അതിൻ്റെ ഹൊറിസോണ്ടൽ MSR VSR എടുക്കുക. പിന്നെ നെക്സ്റ്റ് ഡിഫറൻസ് ഉള്ള അടുത്ത 5, അതായത് M+10 അതിൻ്റെ എടുക്കുക. അങ്ങനെ M+15 20 അങ്ങനെ കുറച്ച് റീഡിങ് എടുക്കുക. അതിൻ്റെ ടോട്ടൽ റീഡിങ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇപ്പോൾ 5ആണ് നമ്മളെടുത്തത്, അപ്പോൾ 20 ഫ്രിഞ്ചസ് തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളതിൻ്റെ എടുക്കുക. അപ്പോൾ M-ഉം M+20 തമ്മിലുള്ള ഡിഫറൻസ് 20 ആണ്. അതിൻ്റെ രണ്ടിൻ്റെ അപ്പോൾ ടോട്ടൽ റീഡിങ്ങിൻ്റെ ഡിഫറൻസ് എഴുതുക. അടുത്ത M+5 M+25ൻ്റെ എഴുതുക. അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് ആ എല്ലാത്തിൻ്റെയും മീൻ എഴുതുക. എന്നിട്ട് ആ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഫ്രിഞ്ച് എടുത്ത് കണ്ടെത്താം. ഇത്രേ ഉള്ളൂ. പിന്നെ ഇക്വേഷനിൽ വേണ്ടതെന്ന് പറയുമ്പോൾ സോഡിയം ലാമ്പിൻ്റെ വേവ് ലെങ്ത് ഉണ്ടാവും, അത് ഓൾറെഡി നമുക്ക് ഗിവൺ ആയിരിക്കും. പിന്നെ വേണ്ടതെന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഫ്രോം ദ ലൈൻ ഓഫ് കോണ്ടാക്ട് ഓഫ് ദ ഗ്ലാസ് പ്ലേറ്റ്, അത് ഏതാണ്ട് 2 സെൻറ്റിമീറ്ററിലായിരിക്കും വച്ചേണത്. അത് ഇവിടെ ഇട്ട് 2 സെൻറ്റിമീറ്റർ തന്നെ എടുത്താൽ മതി. അറിയാം, നമുക്ക് മെഷർ ചെയ്ത് നോക്കണമെങ്കിൽ എടുക്കാം. ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇത് വെച്ച് ഫൈനൽ ഇക്വേഷൻ വർക്കിംഗ് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം.